നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി കീഴായൂരിൽ വ്യാപാര സ്ഥാപനങ്ങൾ കുത്തിത്തുറന്ന് മോഷണം. കീഴായൂർ മുല്ലയ്ക്കൽ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരവും കുത്തിത്തുറന്ന് മോഷണ ശ്രമം നടന്നിട്ടുണ്ട്. മോഷ്ടാക്കളുടെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. വ്യാഴാഴ്ച പുലർച്ചെയാണ് പട്ടാമ്പി കീഴായൂർ പ്രദേശത്ത് മോഷ്ടാക്കളുടെ വിളയാട്ടം നടന്നത്. 2 വ്യാപാര സ്ഥാപനങ്ങളിലും കീഴായൂർ മുല്ലക്കൽ ക്ഷേത്രത്തിലുമാണ് മോഷണം നടന്നിരിക്കുന്നത്. 3 പേർ ആയുധങ്ങളുമായി എത്തി വ്യാപാര സ്ഥാപനങ്ങൾ കുത്തിത്തുറക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും കാര്യമായൊന്നും മോഷണം പോയിട്ടില്ല. അതേസമയം സാധന സാമഗ്രികൾ വലിച്ചു വാരിട്ട നിലയിലാണ്. രാവിലെ ഇവിടുന്ന് ആളുകൾ വിളിക്കുന്നുണ്ടായത്. അപ്പോഴാണ് ഞാൻ രാവിലെ ഒരു 6 മണിക്കൂർ വന്ന് നോക്കുമ്പോൾ പിന്നെ അത് തുറന്നിട്ട് ഉണ്ട്. അപ്പോൾ പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അവർ വന്നതിന് ശേഷമാണ് ഞാൻ തുറന്നത്. അപ്പോൾ ക്യാമറ മൊബൈലിൽ തന്നെ ചെക്ക് ചെയ്യാൻ തുടങ്ങിയിരുന്നു. മൊബൈലിൽ ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോൾ അവര് അവിടുന്നാണ് വരുന്നത്. 3 ആളുണ്ട്. അവർ ഒരാൾ ആ ഭാഗത്ത് ഒരാൾ ഈ ഭാഗത്ത് നിന്ന് ഒരാൾ വന്നിട്ട് ഇങ്ങോട്ട് തുറക്കണതും പിന്നെ എന്നിട്ട് ഒരാൾ നിന്നിട്ട് അടിച്ച് ഇതാക്കണതും ഒക്കെ ഉണ്ട്. ഇങ്ങോട്ട് ഷട്ടർ അത് ഗ്രില്ല് തുറന്നിട്ട് ഇങ്ങോട്ട് അകത്ത് കയറുന്നുണ്ട്. പിന്നെ ഷട്ടറിന്റെ ലോക്ക് പിടിച്ചിട്ട് കയറുന്നുണ്ട്. അതും CCTVയിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതിന്റെ ഉള്ളില് പിന്നെ ഇവര് എല്ലാ സാധനങ്ങളും വാരി വെച്ചിട്ട് ഒരുപാട് കുറച്ചേ നേരം നിന്ന് തിരയുണ്ട്. പക്ഷെ അവർക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. കുറച്ച് ചില്ലറൊക്കെ ഉണ്ടായിരുന്നു. അത് കാണാഞ്ഞിട്ടാണ് എന്താണെന്ന് അറിയില്ല. എന്തായാലും ഇത് ഇവിടെ മാത്രമല്ല, നമ്മുടെ കീഴായൂര് ഒരു ഏരിയയില് എല്ലാ പ്രദേശത്തും ഉണ്ട്. അപ്പൊ പോലീസിന്റെ ഭാഗത്തുനിന്ന് നല്ല ജാഗ്രത വേണം. കാരണം ഇതിന് മുമ്പ് ഒരു മാസം മുമ്പ് ഇപ്പൊ ഇവിടെ കീഴായൂർ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ മുല്ലക്കൽ അമ്പലത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ പിന്നെ ഞങ്ങള് ഇവിടെ പല CCTV ക്യാമറയിലും പരിശോധിച്ചപ്പോൾ അവര് കൂളായിട്ടാണ് 3 പേരും ഒരു വടിയും ഇതൊക്കെ പിടിച്ചിട്ട് നടന്നു വരുന്നത്. അപ്പോ സ്ഥിതി നല്ല സൂക്ഷിക്കേണ്ട ഘട്ടത്തിലാണ്. വ്യാപാര സ്ഥാപനങ്ങൾക്ക് പുറമെ തൊട്ടടുത്ത ക്ഷേത്രത്തിനും ഇവർ കയറി. ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം മോഷ്ടിച്ചിട്ടുണ്ട്. ഓഫീസ് മുറിയും കുത്തി തുറന്നിട്ടുണ്ട്. സമീപവാസികൾ ശബ്ദം കേട്ട് പുറത്തു വന്നപ്പോൾ മോഷ്ടാക്കൾ ഓടിപ്പോകുന്നതും കണ്ടിരുന്നു. കീഴായൂർ പ്രദേശത്ത് ആഴ്ചകൾക്ക് മുമ്പ് മോഷ്ടാക്കളുടെ ശല്യമുണ്ടായിട്ടുണ്ട്. തുടർച്ചയായുള്ള ഇത്തരം സംഭവങ്ങൾ ആളുകളിൽ ഭീതി ജനിപ്പിച്ചിരിക്കുകയാണ്. മോഷണവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി പോലീസിൽ പരാതിയും നൽകി. സംഭവം എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ പുലർച്ചെ ഒരു 2:30 മണിക്ക് ഇവിടെ ക്ഷേത്രത്തിൽ നിന്ന് ഒരു സൗണ്ട് കേട്ടു എന്ന് പറഞ്ഞിട്ട് ഇവിടെ പുറത്തുള്ള വീട്ടിലെ ആളുകൾ എണീക്കുകയാണ് ചെയ്തത്. അവിടെ എണീറ്റിട്ട് ലൈറ്റ് ഇട്ടിട്ട് ജനൽ കൂടെ നോക്കിയപ്പോൾ 2 ആൾക്കാർ ഇവിടുന്ന് ഇറങ്ങി ഓടുന്നത് കണ്ടു. അപ്പോൾ നേരെ ഞങ്ങൾ കമ്മിറ്റിക്കാരെ വിളിച്ചു. അപ്പോൾ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ഇവിടെ അമ്പലത്തിൻ്റെ ഭണ്ഡാരം പൊളിച്ചിരിക്കുന്നു, ഓഫീസ് പൊളിച്ചിരിക്കുന്നു. ഇത് രണ്ടും പൊളിച്ചിട്ടുണ്ട്. ഭണ്ഡാരത്തിന് കുറച്ച് കാശ് നഷ്ടപ്പെട്ടു. അതാണ് ഉണ്ടായത്. പരാതി ഉണ്ട്. ഞങ്ങൾ അപ്പം തന്നെ പോലീസിലേക്ക് വിളിച്ചു. അപ്പം തന്നെ ഒരു 3 മണിയായപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആൾ വന്നു. അപ്പം തന്നെ നോക്കിയിട്ട് പോയി. പിന്നെ രാവിലെ വീണ്ടും സ്റ്റേഷനിൽ നിന്ന് ആൾ വന്നു. ഒന്നുകൂടി തെളിവെടുപ്പ് നടത്തിയിട്ട് പോയിട്ടുണ്ട്. വരവൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രവും വരവൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സ്കൂളുകളിൽ വിഷബാധയ്ക്കെതിരായ ബോധവൽക്കരണത്തിനായി പ്രത്യേക അസംബ്ലികൾ സംഘടിപ്പിച്ചു. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഗവൺമെന്റ് LP സ്കൂളിലുമാണ് അസംബ്ലി സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികൾക്കായി പേവിഷബാധയ്ക്കെതിരായ ബോധവൽക്കരണ ക്ലാസും റാബിസ് പ്രതിരോധ നടപടികളിൽ ഓരോരുത്തർക്കുമുള്ള ഉത്തരവാദിത്വം ഓർമ്മപ്പെടുത്തുന്നതിനായി പ്രതിജ്ഞയും നടത്തി. PHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേഖ, ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ മൊയ്തീൻകുട്ടി, LP സ്കൂൾ HM ഉഷ, ഹെൽത്ത് നഴ്സ് കല, ജൂനിയർ നഴ്സ് വിദ്യാലക്ഷ്മി, JHI മനോജ് എന്നിവർ സന്നിഹിതരായി. ഈ വർഷവും ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ചേർന്ന വിദ്യാലയമായി ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂൾ. ഈ അധ്യയന വർഷത്തിലെ 6ാം പ്രവൃത്തി ദിനം കഴിഞ്ഞതോടെയാണ് 1ാം ക്ലാസ്സിൽ 165 വിദ്യാർത്ഥികളുമായി ജില്ലയിൽ 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. 84 പെൺകുട്ടികളും 81 ആൺകുട്ടികളുമാണ് ഇത്തവണ 1ാം ക്ലാസ്സിൽ പ്രവേശനമെടുത്തത്. 5 ഡിവിഷനുകളിലായാണ് ഇത്രയും പേർ പഠിക്കുന്നത്. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ 679 വിദ്യാർത്ഥികളാണ് ചേർന്നിരിക്കുന്നത്. ഇതുകൂടാതെ LKG, UKG വിദ്യാർത്ഥികളും ഉൾപ്പെടെ 1000-ൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഉണ്ടാകുമെന്ന് പ്രധാന അധ്യാപകൻ PK മോഹനൻ, PTA പ്രസിഡന്റ് EK അലി, അധ്യാപകരായ KM ശാലിനി, AA അബ്ദുൽ ഗഫൂർ എന്നിവർ പറഞ്ഞു. ഏകദേശം 1ാം ക്ലാസ്സിലേക്ക് 165 കുട്ടികളാണ് 6th വർക്കിംഗ് ഡേ പൂർത്തീകരിച്ച സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. അത് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ അഡ്മിഷൻ നേടിയതായിട്ട് കണക്കാക്കാനും കഴിയും. അതുപോലെ തന്നെ ഇത്തരത്തിൽ അഡ്മിഷൻ തേടി എത്തുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ
വീടുകളിൽ കയറി ഇറങ്ങുന്ന ഒരു രീതിയും കുറച്ച് നാളുകളായിട്ട് ഈ സ്കൂളിലെ പ്രവർത്തകരോ അതല്ലെങ്കിൽ അധ്യാപകരോ ചെയ്യുന്നില്ല. മറ്റു സ്കൂളുകളിലെ അധ്യാപകരും PTA കമ്മിറ്റി അംഗങ്ങളടക്കമുള്ള ആളുകൾ വീടുകളിൽ കയറി പല മോഹന വാഗ്ദാനങ്ങളും നൽകിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ മാതാപിതാക്കൾ ഏത് ലക്ഷ്യം വെച്ചാണോ സ്കൂളിലേക്ക് കുട്ടികളെ അയക്കുന്നത് അത് ഇവിടെ കൃത്യമായി കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും അഡ്മിഷൻ നേടുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത്. പാഠ്യേതര പദ്ധതികളിലെല്ലാം വലിയ മുന്നേറ്റമാണ് ഈ സ്കൂൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ളത്. അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി പഞ്ചായത്തും അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തും MLA അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ 100% വിജയം നേടിയ സ്കൂളുകളെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിക്കുകയും കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിക്കുകയും ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന അനുമോദന സദസ്സ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് BP റെജീന ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു. സർവീസിൽ നിന്നും വിരമിച്ച DEO സിദ്ദിഖ് മാസ്റ്ററെ ചടങ്ങിൽ ആദരിച്ചു. കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷർഫുദ്ദീൻ കളത്തിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PV പ്രിയ, കൃഷ്ണകുമാർ മാസ്റ്റർ, ഷെറീന ടീച്ചർ, M മുഹമ്മദ്, BPO പ്രസാദ് മാസ്റ്റർ, പ്രിൻസിപ്പൽ പ്രതിനിധി ഷെൽജ ടീച്ചർ, രക്ഷിതാക്കളുടെ പ്രതിനിധി M പ്രദീപ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഗോപൻ അസാബ് വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KS മഞ്ജുഷ സ്വാഗതവും GEO M പ്രസാദ് നന്ദിയും പറഞ്ഞു. പക്ഷെ നമ്മളൊരു മാനദണ്ഡം എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ പറയുന്നത് അങ്ങനെയാണ്. എന്തായാലും ആ A+ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ 500ഓളം വിദ്യാർത്ഥികളാണ് നമ്മുടെ ബ്ലോക്ക് പരിധിയിലുള്ളത്, 10ാം ക്ലാസ്സിലും +2-ലുമായിട്ട്. ഈ മുഴുവൻ വിദ്യാർത്ഥികളെയും അനുമോദിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നിങ്ങളെല്ലാവരും തന്നെ, ഇന്ന് നല്ല മഴയായിരുന്നു അല്ലേ, രാവിലെ മുതൽ നല്ല മഴയായിരുന്നു. അപ്പം ഞങ്ങൾ ശരിക്കും നല്ല ആശങ്കയിലായിരുന്നു. മഴയൊക്കെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് വരാൻ പ്രയാസമാകുമോ എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ആശങ്കയുടെ എല്ലാം തന്നെ അസ്ഥാനത്താക്കിക്കൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഞങ്ങളുടെ ക്ഷണം. കറുകപ്പുത്തൂർ എഴുമങ്ങാട് പാതയിലെ മരങ്ങൾ റോഡരികിലെ വീടുകൾക്ക് വലിയ ഭീഷണിയായി മാറുന്നു. പെരിങ്ങന്നൂർ സുലൈമാൻ പടിയിൽ അടിഭാഗം ദ്രവിക്കുകയും മുകൾ ഭാഗത്തെ ശിഖരങ്ങളിൽ മുഴുവൻ പൊത്തും പോടുമായി നിൽക്കുന്ന പാതയോരത്തെ മരങ്ങൾ മുറിക്കണമെന്ന് നാട്ടുകാർ പലതവണ പഞ്ചായത്ത് അധികൃതരോടും മറ്റും ആവശ്യപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ലെന്ന് പറയുന്നു. പൈപ്പ് ലൈനിനു വേണ്ടി ജല അതോറിറ്റി ചാല് കീറിയതും ഈ മരത്തിന്റെ അരികിലൂടെയായതിനാൽ മരത്തിന്റെ വേരുകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും പറയുന്നു. ശക്തമായ മഴയിലും കാറ്റിലും മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള മരങ്ങളുടെ ശിഖരങ്ങൾ താഴെ പോകുന്ന 110 kV വൈദ്യുതി ലൈനിലേക്ക് തട്ടിയാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ കൂടുതൽ ഭീഷണി ഉയർത്തുകയാണ്. മിക്ക സമയത്തും ഉണങ്ങിയ കൊമ്പുകൾ വീണ് വൈദ്യുതി കമ്പികളിൽ നിന്ന് തീ പാറുന്നതും പതിവ് കാഴ്ചയാണ്. മരങ്ങളുടെ ഉൾഭാഗത്ത് വലിയ പൊത്തുകൾ രൂപപ്പെട്ടതിന്റെയും ചിതൽ പിടിച്ച് ദ്രവിച്ചു നിൽക്കുന്ന മരങ്ങളുടെ ചിത്രങ്ങളും സഹിതം ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് ജനങ്ങൾ. ഈ വർഷത്തെ കാലവർഷത്തിൽ മരങ്ങൾ നിലം പതിക്കുമോ എന്ന ഭീതിയിലാണ് പാതയോരത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. പുരോഗമന കലാസാഹിത്യ സംഘം തൃത്താല ഏരിയ കമ്മിറ്റിയുടെയും K. മാധവൻ നായർ സ്മാരക വായനശാലയുടെയും സംയുക്ത നേതൃത്വത്തിൽ അകാലത്തിൽ വിട്ടുപിരിഞ്ഞ പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ രതീഷ് തിരുവരങ്കനെ അനുസ്മരിച്ചു. വാവന്നൂർ മാധവൻ നായർ സ്മാരക വായനശാലയിൽ നടന്ന അനുസ്മരണ സമ്മേളനം പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം പ്രൊഫസർ CP ചിത്ര ഉദ്ഘാടനം ചെയ്തു. പൂക്കാസ ഏരിയ സെക്രട്ടറി K. ജനാർദ്ദനൻ അധ്യക്ഷനായി. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാഹിദ റിയാസ്,
പ്രൊഫസർ കലാമണ്ഡലം ചന്ദ്രൻ, നാഗലശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PK ആര്യൻ, C സച്ചിദാനന്ദൻ, O രാജൻ, TK ബാലൻ, സരിത കൈതോല, സുജിൽ കുമാർ ആറങ്ങോട്ടുകര, അനിൽകുമാർ, അനൂപ് തിരുവരങ്കൻ, ഉണ്ണി പുന്നാത്തൂർ, രതീഷ് തിരുവരങ്കൻ, കുടുംബസഹായ സമിതി കൺവീനർ VP രാജൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. വാവന്നൂർ വായനശാല സെക്രട്ടറി C മണികണ്ഠൻ സ്വാഗതവും K ഇന്ദിര നന്ദിയും പറഞ്ഞു. നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനോത്സവത്തിന് തുടക്കമായി. എഴുത്തുകാരിയും അധ്യാപികയുമായ സംഗീത ചേനംപുലി വായനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വായനോത്സവത്തിന് തുടക്കം കുറിച്ചത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ കോളേജ് അധ്യാപികയും എഴുത്തുകാരിയുമായ ഡോക്ടർ സംഗീത ചേനംപുല്ലി വായനോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ കണ്ടത് ഒരാളുടെ കയ്യിൽ ശ്രീകാന്ത് കോട്ടക്കലിന്റെ ഇന്ത്യൻ യാത്രകൾ എന്ന് പറഞ്ഞ പുസ്തകമാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. വായിക്കാൻ പുസ്തകം കൊണ്ട് സ്കൂളിലേക്ക് വരുന്ന കുട്ടികളുള്ള സ്കൂളാണല്ലോ ഇത് എന്നുള്ള സന്തോഷം തോന്നി. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പുസ്തകമാണത്. എനിക്കും ഇഷ്ടമുള്ള പുസ്തകമാണ്. കാരണം ബംഗാളിനെ കുറിച്ചുള്ള ബംഗാളിലെ യാത്രകളെ പറ്റിയുള്ള പുസ്തകമാണത്. അപ്പോൾ അത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് വായിച്ചിരുന്നത് ഇപ്പോഴും തന്നെ എന്നും എൻ്റെ ബാഗിൽ ഉള്ളതൊരു ബംഗാളി ട്രാൻസ്ലേഷൻ പുസ്തകമാണ് ഞാൻ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ണ് എന്ന് പറയുന്ന നാനി ഭൗമിക്കിൻ്റെ പുസ്തകം. അപ്പോൾ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് വായിച്ചിട്ടുള്ള 2 പുസ്തകങ്ങൾ, 2 രാജ്യങ്ങൾ എന്നുള്ള പുസ്തകങ്ങൾ. ഒന്ന് റഷ്യൻ രാജ്യം എന്ന് പറഞ്ഞൂടാ ബംഗാളിനെ, 2 പ്രദേശങ്ങൾ എന്നുള്ള പുസ്തകം എന്ന് പറഞ്ഞാൽ ഒന്ന് റഷ്യൻ പുസ്തകങ്ങളാണ്. പണ്ട് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് റഷ്യയിൽ നിന്നുള്ള കുട്ടിക്കഥകളും അങ്ങനത്തെ പുസ്തകങ്ങൾ ധാരാളം നാട്ടിലുണ്ടായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ആ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യമേ അവസാനിച്ചു പോയി. പക്ഷെ ഇപ്പോഴും ആ പുസ്തകങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും. സുധ തെക്കേമഠം, അമ്പിളി, AV സുധ, KM ബീന, J നരേന്ദ്രൻ, ശ്രീജ, ദീപ്തി, സുരേഷ് എഴുവന്തല തുടങ്ങിയവരും പങ്കെടുത്തു. കുട്ടികൾ തയ്യാറാക്കിയ വളരുന്ന അക്ഷരമരത്തിന്റെ തുടക്കവും ഇതോടൊപ്പം നടന്നു. അക്ഷരമാലയും മലയാള പദങ്ങളും കവിത വരികളും എഴുത്തുകാരുടെ പേരുകളും കോർത്തിണക്കിയാണ് അക്ഷരമരം ഉണ്ടാക്കുന്നത്. വായനോത്സവം 10 ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെയാണ് നടത്തുന്നത്. രക്ഷിതാക്കളുടെ വായന, കുട്ടി വായന, അക്ഷരക്കൂട്ട് തുടങ്ങിയ പരിപാടികളും വായനോത്സവത്തിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.